അന്നമഹാനായ നമ്മുടെ ഭക്തജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു സ്ഥിരം പന്തൽ ഇന്ന് ഇവിടെ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇതിനുവേണ്ടി കാലങ്ങളായി പ്രാർത്ഥിക്കുകയും പദ്ധതിയിടുകയും ചെയ്യുന്ന ഓരോരുത്തരെയും സ്മരിച്ചുകൊണ്ട് ഇനി ഇതിൻ്റെ അടുത്ത ചടങ്ങായ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് സംഭാവനകൾ നൽകിയ ഓരോരുത്തരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവിടെ ഒരു ശിലാഫലകത്തിൽ ഈ പേരുകൾ അനുസൃതമാകാൻ പാകത്തിന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അനാച്ഛാദനം ചെയ്യുകയാണ് കരകൗരവ സെക്രട്ടറി ശ്രീ വി സുധാകരൻ ആക്രമണം നിർവഹിക്കുന്നു. ചേട്ടാ ഈ ഒരു സംരംഭം നമ്മുടെ താലപ്പൊലിക്ക് മുമ്പ് പൂർത്തിയാവുമോ എന്ന സംശയത്തിൽ തന്നെയാണ് ഡിസംബർ 1-2 തീയതികളിലായിട്ട് ഈ ചടങ്ങ് ആരംഭിച്ചത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന് ശ്രീ മനോജ്, ഇതിന്റെ മുഖ്യ ശില്പിയായിരുന്ന ശ്രീ മനോജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു സംരംഭം പറഞ്ഞതോടെ തന്നെ ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം സംഭാവനകൾ നൽകി ഈ പദ്ധതി വിജയിപ്പിക്കുകയുണ്ടായത്. നമ്മൾ പന്തലിലേക്കെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ബാക്കി വന്ന തുകയ്ക്ക് ഇപ്പോൾ ഒരു വാട്ടർ കൂളർ പ്ലസ് ഒരു ടോയ്ലറ്റ് ബ്ലോക്കും കൂടി ഈ ഫണ്ടിൽ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ലാത്ത ആ ഒരു സൗകര്യം കൂടി നമ്മൾ ഈ താലപ്പൊലിക്ക് ശേഷം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 3-4 ദിവസത്തിനപ്പുറം താലപ്പൊലിക്ക് നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് പൂർത്തിയാക്കുകയാണ്. പിന്നെ ഇത് ഈ അവസരത്തിൽ ഇത് ഓരോരുത്തർക്കും എങ്ങനെയാണ് നന്ദി പറയണമെന്നറിയില്ല. നമ്മുടെ ഈ സംരംഭത്തിലെ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വം കൂടിയുണ്ട്. കരകൗരവ ശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരാശയം മുന്നോട്ട് വെച്ചത് ആ കരകൗരവ പൊതുവത്തിലെ ഒരു പ്രമേയമായിട്ട് തന്നെ കൊണ്ടുവന്ന ശ്രീ പി ആർ നന്ദൻ. അദ്ദേഹം നമ്മുടെ ഒരുപാട് പരിപാടികളിൽ
എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കോടിയർച്ചന മുതൽ ക്ഷേത്രത്തിൽ എന്തൊക്കെ പുതിയതായിട്ട് വന്നതൊക്കെല്ലാം നമ്മുടെ ചേട്ടൻ്റെ ആശയങ്ങളായിരുന്നു. അതിനകത്തിനുള്ളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പിന്നെ അതോടുണ്ട് പ്ലീസ് ഈ ആശയം ഇതിന്റെ മാത്രമായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ചേട്ടൻ്റെ കൃത്യമായ മാർഗദർശനത്തിലൂടെയാണ്. എൻ്റെ ഈ വചനം ആരംഭിക്കുന്നതുകൊണ്ട് ഈ സ്മരണയ്ക്ക് സംഭാവന നൽകിയവരുടെ കുടുംബത്തെ ആദരിക്കുന്നതിനായിട്ട് ഒരു ചെറിയ വാക്കുകളിൽ അവിടെ ഒരു വിവരിക്കുന്നു. സിന്ധുവിന്റെ രേഖ ടീച്ചർ പ്ലീസ്. ഉന്നതകൃഷ്ണങ്ങളായ ഒരു കൂട്ടം ഭക്തജനങ്ങളുടെ ഒരു ഭക്തജന സമൂഹത്തിന്റെ വലിയ ഒരു ആഗ്രഹ സാഫല്യ പൂർത്തീകരണവും ഇന്ന് വലിയൊരു ഭക്തജന സമൂഹത്തെ സാക്ഷിയാക്കി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഒരു ശതാബ്ദത്തിന്റെ സ്വപ്ന പൂർത്തീകരണമാണ് ഇന്ന് 12 തൂണുകളിൽ തീർത്ത നായരമ്പലം നായർ കരയോളം ശതാബ്ദി മണ്ഡപം ഭക്തർക്കായി സമർപ്പിക്കപ്പെടുന്നു. ഭക്തജനങ്ങളുടെ ഉത്സവ കേന്ദ്രവും ക്ഷേത്ര ശാസ്ത്രീയ സാഹിത്യ കലകളുടെ അരങ്ങേറ്റവും സപ്താഹം ശാസ്താമാട്ടം തുടങ്ങി പൂജാതി കർമ്മങ്ങളുടെ പുണ്യകേന്ദ്രമായി ഉത്തരവാദിത്തം വർദ്ധിക്കുമാറാകട്ടെ എന്ന ആശയോടെ ഈ സംരംഭത്തിന് സഹകരിച്ച മുഴുവൻ ഭക്തജനങ്ങൾക്കും ജഗദംബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈയൊരു സ്ഥിരം സ്റ്റേജ് സാർത്ഥകമാകുന്നതിന് നമ്മളോടൊപ്പം നിന്ന എല്ലാവരെയും ഏറെ ആദരപൂർവ്വം നന്ദിപൂർവ്വം ദേവിയുടെ കൃപാകടാക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്മരിക്കുകയാണ്. ആദ്യമായി നായരമ്പലം അയ്യപ്പ ഭക്ത സമിതി സ്വാമി ഭക്തരായ ഒരു സംഘം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നായരമ്പലം തമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ ഒരു ശാസ്താംപാട്ടും വിളക്കും ആദ്യമായി നടത്തപ്പെട്ടത് 1967 പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം 1982 കരയോഗം മുൻകൈയെടുത്ത് അത് വീണ്ടും നടത്തിയത്. അന്ന് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് പന്തലിട്ട് നടത്തപ്പെട്ട പരിപാടി ദൗർഭാഗ്യവശാൽ ശക്തമായ കാറ്റും മഴയും മൂലം ഒരു വിധത്തിലാണ് പൂർത്തീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ പന്തൽ നിലംപൊത്തുക വരെ ഉണ്ടായി. തിരിച്ചടികളിൽ നിന്ന് ഉടലെടുക്കുന്ന നിരാശയ്ക്ക് മീതിയായിരുന്നു അന്നത്തെ സ്വാമി ഭക്തരുടെ ഇച്ഛാശക്തി. ഇത് തുടർന്നും നടത്തിക്കൊണ്ടുവരുന്നതിനായാണ് നായരമ്പലം അയ്യപ്പ ഭക്ത സമിതിക്ക് രൂപം നൽകിയത്. ക്ഷേത്രം തന്ത്രിയുമായി ആലോചിച്ച് പന്തലിന് ഉചിതമായ ഒരു സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ആദ്യപടി. അത് ഇന്ന് ഈ ശതാബ്ദി മണ്ഡപം ഉയർന്ന സ്ഥാനത്തായിരുന്നു എന്നതും അതിനുശേഷം 43 വർഷങ്ങളിലും പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുന്നു എന്നതും ഈ സ്ഥാനത്തിന്റെ ഐശ്വര്യം കൂടിയാണെന്ന അനുമാനത്തിലേക്ക് നയിക്കുന്നു. ഫലകത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു സംരംഭത്തിന്റെ സാക്ഷാത്കാരത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആദ്യമായി തുക നീക്കിവെച്ചത് അയ്യപ്പ ഭക്ത സമിതിയാണ്. മറ്റൊരർത്ഥത്തിൽ ശതാബ്ദി മണ്ഡപം എന്ന സ്വപ്നം ആദ്യം കണ്ടത് നായരമ്പലം അയ്യപ്പ ഭക്ത സമിതിയാണ്. നായരമ്പലത്തമ്മയും ശബരിമല ശ്രീ ധർമ്മശാസ്താവും ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. സ്വാമി ശരണം. അമ്മേ മഹാമായി. ഒരു അറിയിപ്പുണ്ട്. ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തവർ NNK ഹാളിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നായരമ്പലത്തിന്റെ ദേശദേവതയായ നായരമ്പലത്തമ്മയുടെ മൂലസ്ഥാനമായി തയ്യെഴുത്ത് തറവാട് അറിയപ്പെടുന്നു. നായരമ്പലത്തെ പുരാതന നമ്പൂതിരി കുടുംബത്തിന്റെ തകർച്ചയെ തുടർന്ന് നായരമ്പലം ദേശത്ത് അന്നുണ്ടായിരുന്ന 4 പുരാതന നായർ കുടുംബങ്ങൾ ക്ഷേത്രം ഏറ്റെടുക്കുകയും അതിൽ തയ്യെഴുത്ത് കുടുംബ പരദേവതയായി ആരാധിച്ചു വന്നിരുന്ന ദാരുശില്പം ഇന്ന് കാണുന്ന നായരമ്പലം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചു വരുന്നു. ഇതിനെ തുടർന്ന് തയ്യെഴുത്ത് പരദേവതയെ ഇന്നും നിലവിളക്കിലാണ് ആരാധിച്ചു വരുന്നത് എന്നത് ഈ വിശ്വാസത്തിന്റെ ആക്കം കൂട്ടുന്നു. ഉത്സവത്തിന് മുൻപ് തയ്യെഴുത്ത് പരദേവതാ സ്ഥാനത്ത് വിളക്ക് വയ്ക്കുവാനുള്ള എണ്ണ, തിരി തുടങ്ങിയവ സമർപ്പിക്കുന്നത് ഇന്നും തുടർന്നു വരുന്നു. കൂടാതെ പകൽപൂരത്തിന് മുൻപ് തിടമ്പ എഴുന്നള്ളിച്ച് തയ്യെഴുത്ത് പരദേവതയുടെ തിരുമുൻപിൽ പാണ്ടിമേളത്തോടെ പറയെടുക്കുന്ന ചടങ്ങും നടന്നു വരുന്നു. നായരമ്പലം ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിലും താമ്പൂല പ്രശ്നത്തിലും ഈ കാര്യങ്ങൾ പരാമർശിച്ചത്
നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. തയ്യേഴത്ത് തറവാടും പരദേവതാ ക്ഷേത്രത്തിന്റെയും അവകാശം അവിടുത്തെ സ്ത്രീ സന്തതി പരമ്പരകൾക്കാണ്. ഇപ്പോൾ തയ്യേഴത്ത് വത്സലകുമാരിയാണ് ആ സ്ഥാനം വഹിച്ചു പോരുന്നത്. നായരമ്പലത്തമ്മയുടെ തിരുമുറ്റത്ത് സമർപ്പിതമാകുന്ന NNK ശതാബ്ദി മണ്ഡപത്തിലേക്ക് സംഭാവന ചെയ്ത തയ്യേഴത്ത് തറവാട്ടിലെ സന്തതി പരമ്പരകളെ അമ്മ കനിഞ്ഞനുഗ്രഹിക്കട്ടെ. അടുത്തത് പുഞ്ചയിൽ രാമൻ മേനോൻ ആൻഡ് കോടിക്കാട്ട് ഭാനുമതി അമ്മ. നായരമ്പലത്തെ പ്രശസ്ത കുടുംബമായ പുഞ്ചയിൽ വീട്ടിൽ ജനിച്ച രാമൻ മേനോൻ തന്റെ അയൽവാസിയായ കോടിക്കാട്ട് ഭാനുമതി അമ്മയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് 4 മക്കൾ. പരേതനായ ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീമതി രാധ, ശ്രീ നന്ദനൻ, ശ്രീമതി രത്നമണി. ജീവിതത്തിലെ ഒരു ഭാഗം സിലോണിൽ ചിലവഴിച്ച രാമുചേട്ടൻ നായരമ്പലത്തെ എല്ലാ വീട്ടുകാർക്കും ഒരു സഹായിയായിരുന്നു. നായരമ്പലം ഭഗവതി ദേവസ്വം, നായരമ്പലം നായർ കരയോഗം എന്നിവയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് പ്രശസ്തമായ തിരുവാതിരക്കളി പുഞ്ചയിലെയും വെട്ടുവേലിയിലെയും സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുള്ളത് കോടിക്കാട്ടെ ഭാനുചേച്ചിയാണ്. രാമചേട്ടൻ 1975-ലും ഭാനുചേച്ചി 2007-ലും നിര്യാതരായി. ഇവരുടെ സ്മരണാർത്ഥം NNK ശതാബ്ദി മണ്ഡപത്തിന് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തത് മകൻ ശ്രീ PR നന്ദനനാണ്. നിരവധി പുതിയ ആശയങ്ങൾ നായരമ്പലം ക്ഷേത്രത്തിന്റെ പുരോഗതിക്കായി അവതരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹമാണ് നായരമ്പലം നായർ കരയോഗത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് സ്ഥിരം പന്തൽ എന്ന പ്രമേയം അവതരിപ്പിച്ചത് എന്നതും അഭിമാനപൂർവ്വം രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് നായരമ്പലത്തമ്മ സമസ്ത ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നായരമ്പലം ഭഗവതി ക്ഷേത്രത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശ്രീയേട്ടൻ എന്ന എല്ലാവരാലും വിളിക്കപ്പെട്ടിരുന്ന തയ്യേഴത്ത് KR ശ്രീകുമാർ. തയ്യേഴത്ത് രാധാമണി ടീച്ചറുടെയും പടിഞ്ഞാറേ ആണത്ത് രാധാകൃഷ്ണ മേനോന്റെയും മകനായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തിലെ താലപ്പൊലി, അയ്യപ്പൻ പാട്ട്, സപ്താഹം, നവരാത്രി ആഘോഷം തുടങ്ങിയ ഏതു കാര്യത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഫാക്ടിൽ നിന്ന് വിരമിച്ച് അധികം വൈകാതെ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സ്നേഹസ്മരണകൾ നിലനിർത്തുന്നതിനായി കുടുംബം ഈ മഹനീയ ഉദ്യമത്തിൽ സംഭാവന നൽകി ഭാഗഭാക്കാവുകയാണ്. നായരമ്പലത്തമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തത് വെട്ടുവേലിൽ സതീരത്നം. നായരമ്പലത്തമ്മയെ ഇന്നും മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു സാധാരണ വീട്ടുമ്മയായിരുന്നു വെട്ടുവേലിൽ സതീരത്നം എന്ന സതിചേച്ചി. ദൈവികമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നായരമ്പലം ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏറെ തൽപരയായിരുന്ന അവർ അമ്പലത്തിൽ പോകുന്നതും ഉത്സവം ആഘോഷിക്കുന്നതുമെല്ലാം വളരെ വലിയൊരു ആഘോഷമാക്കിയിരുന്നു. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ തന്റെ ജീവിതകാലം അത്രയും യാതൊരു കുറവും വരാതിരിക്കുവാൻ സമ്മതിക്കാത്ത ഒരമ്മയുടെ മക്കൾ എന്ന നിലയ്ക്ക് അമ്മയുടെ സ്മരണാർത്ഥം മക്കളാണ് ഈ സംരംഭത്തിലേക്ക് 1 ലക്ഷം സംഭാവനയായി നൽകിയത്. എല്ലാ ഐശ്വര്യങ്ങളും നായരമ്പലത്തമ്മ സതീരത്നത്തിന്റെ കുടുംബത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നായരമ്പലത്തമ്മയുടെ ഭക്തനും ഈ ക്ഷേത്രത്തിന്റെയും ബന്ധപ്പെട്ട സമൂഹത്തിന്റെയും വളർച്ചയിൽ സാരമായ സംഭാവന ചെയ്തിരുന്ന വ്യക്തിയുമായിരുന്നു പടിക്കപ്പറമ്പിൽ അരവിന്ദാക്ഷ മേനോൻ. ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ സ്റ്റേഷനറി വ്യാപാരം നടത്തുകയും അപ്പുമേനോൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്ന അദ്ദേഹം നായരമ്പലത്തിന്റെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയും നാടിന്റെ സർവതോന്മുഖമായ വളർച്ചയിൽ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു. ജാതി മത ഭേദമന്യേ സമ്മതനായിരുന്ന അപ്പുമേനോൻ തർക്കങ്ങൾ തീർക്കുന്നതിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിലും നാട്ടുകാർക്ക് സഹായിയായിരുന്നു. ഒരു കൃഷിക്കാരനായിരുന്ന അദ്ദേഹം ഈ ദേശത്തെ നെൽകൃഷിയെയും ചെമ്മീൻ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുകയും കൃഷി സമാജങ്ങളുടെ നേതൃത്വം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ ബാങ്കിന്റെ വളർച്ചയിൽ ശ്രദ്ധാലുവായിരുന്ന സഹകാരികളിൽ ഒരാളായിരുന്നു. നായരമ്പലം ഭഗവതി ദേവസ്വം, കരയോഗം എന്നീ സ്ഥാപനങ്ങളിൽ അംഗമായിരിക്കുകയും ദീർഘകാലം കരയോഗ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള അരവിന്ദാക്ഷ മേനോൻ 2012 ആഗസ്റ്റ് മാസം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായിരുന്ന നേത്രമംഗലത്തെ പത്മിനിയമ്മ BVHSSൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. 37 വർഷത്തെ ദീർഘസേവനത്തിനു ശേഷം 1994 വിരമിച്ചു. നായരമ്പലത്തമ്മയോട് അതീവ ഭക്തിയുണ്ടായിരുന്ന പത്മിനിയമ്മ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായിരുന്നു. 2010 ജനുവരി മാസത്തിൽ താലപ്പൊലിക്ക് മുമ്പായി അമ്മയുടെ നാമങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് ഭഗവതിയുടെ പാതാരവിന്ദം പോകി.
ആ വ്യക്തി പ്രഭാവങ്ങളുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി മക്കൾ ആദരനിലയോടെ ഈ തൂണ് സമർപ്പിക്കുന്നു. കോമങ്കാട്ടിൽ കുട്ടൻ മേനോൻ ആൻഡ് കോച്ചേരിൽ ഗൗരിയമ്മ ട്രസ്റ്റ്, നായരമ്പലം നായർ കരയോഗം, നായരമ്പലം ഭഗവതി ദേവസ്വം എന്നീ സ്ഥാപനങ്ങളുടെ ആദ്യകാല പ്രവർത്തകനും ഭരണസാരഥ്യത്തിൽ വർഷങ്ങളോളം തുടർന്നിരുന്ന ആളുമാണ് കോമങ്കാട്ടിൽ കുട്ടൻ മേനോൻ. നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നമ്മുടെ അഭിമാന സ്ഥാപനം 1926 അധ്യാപക മാനേജ്മെന്റിന് കീഴിൽ ഒരു പ്രൈമറി സ്കൂൾ ആയി തുടങ്ങിയതും 30 വർഷക്കാലം സ്കൂളിന്റെ പ്രഥമ അധ്യാപകനും മാനേജറുമായി തുടർന്നതും ഇദ്ദേഹമാണ്. ഒരു ദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിസ്ഥാനശിലയായി മാറിയ ഈ വിദ്യാലയം പിന്നീട് നായരമ്പലം നായർ കരയോഗത്തിന്റെ മാനേജ്മെന്റിന് കീഴിൽ കൊണ്ടുവരികയാണുണ്ടായത്. നായരമ്പലം ദേശത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തിരുനാളം കൊളുത്തിയ ഭഗവതി വിലാസം നായർ ബാങ്കിന്റെ ആദ്യകാല ഡയറക്ടർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഭഗവതി വിലാസം നായർ ബാങ്കാണ് പിന്നീട് പറവൂർ സെൻട്രൽ ബാങ്കായി മാറിയതും തുടർന്ന് നായരമ്പലം ബ്രാഞ്ചായി ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തതും. വൈക്കം താലൂക്ക് മുളക്കുളം വില്ലേജിൽ കോച്ചേരിൽ ഗൗരിയമ്മയായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി. തിരുവൈക്കത്തപ്പന്റെ ഭക്തയായിരുന്ന ഗൗരിയമ്മയുടെ ഓർമ്മ ദിവസമായ ഓഗസ്റ്റ് 26-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പ്രാതലും നായരമ്പലം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് മകരം 19-ന് രാത്രി സദ്യയും ഈ ദമ്പതികളുടെ മക്കളും പേരക്കുട്ടികളും ചേർന്ന് ട്രസ്റ്റ് നടത്തിവരുന്നു. യശശരീരരായ കോമങ്കാട്ടിൽ കുട്ടൻ മേനോൻ, കോച്ചേരിൽ ഗൗരിയമ്മ സ്മരണാർത്ഥം NNK ശതാബ്ദി മണ്ഡപത്തിന് സംഭാവന നൽകിയ ട്രസ്റ്റ് അംഗങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നായരമ്പല നായർ കരയോഗത്തിന്റെ അഗൈതവമായി നന്ദി അറിയിക്കുന്നു. നായരമ്പലത്തമ്മ അനുഗ്രഹിക്കട്ടെ. സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു പുഞ്ചപ്പറമ്പിൽ പീതാംബരൻ നായർ. പുഞ്ചയിൽ തങ്കമ്മയുടെ മൂത്ത മകൾ രാധാകുമാരിയെ വിവാഹം കഴിച്ച് നായരമ്പലത്ത് സ്ഥിര താമസമാക്കിയിരുന്നു. രാധാകുമാരി BVHSലെ അധ്യാപികയായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇരുവരുടെയും സ്മരണാർത്ഥം മക്കൾ ശതാബ്ദി മണ്ഡപത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നായരമ്പലത്തമ്മ പ്രദാനം ചെയ്യട്ടെ. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം കൊച്ചി നേവൽ ബേസിലും ജോലി ചെയ്തിരുന്നു. നായരമ്പലം ഭഗവതി ദേവസ്വത്തിന്റെയും നായരമ്പലം നായർ കരയോഗത്തിന്റെയും സമീപകാല ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത നാമധേയമാണ് തയ്യെഴുത്ത് ഉണ്ണികൃഷ്ണ മേനോന്റേത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡോക്ക് ലേബർ ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം നായരമ്പലം ഭഗവതി ദേവസ്വം പ്രസിഡന്റ്, നായരമ്പലം നായർ കരയോഗം പ്രസിഡന്റ്, നായരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യകാല സെക്രട്ടറി, നായരമ്പലം വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. നായരമ്പലത്തെ ആനപ്രേമികളുടെ അഭിമാനമായിരുന്ന നായർ സർവീസ് അസോസിയേഷൻ സ്ഥാപകരിൽ ഒരാളും സുദീർഘമായ കാലയളവിൽ സ്ഥാപനത്തിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് നായരമ്പലം ഭഗവതി വിലാസം സ്കൂളിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്ന കോമങ്കാട്ടിൽ കുട്ടൻമേനോന്റെ മകൾ ശാന്തകുമാരി ആയിരുന്നു സഹധർമ്മിണി. നായരമ്പലത്തമ്മയുടെ പാതാരവിന്ദങ്ങളെ പൂജിച്ചിരുന്ന ഈ ദമ്പതികളുടെ സ്മരണാർത്ഥം മക്കളാണ് ശതാബ്ദി മണ്ഡപത്തിലേക്ക് സംഭാവന ചെയ്തത്. സർവൈശ്വര്യദായിനിയായ നായരമ്പലത്തമ്മ കനിഞ്ഞനുഗ്രഹിക്കട്ടെ. നായരമ്പലം നായർ കരയോഗം പ്രസിഡന്റായിരുന്ന പുഞ്ചയിൽ ശങ്കരൻ നായർ സുദീർഘകാലം ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായി ഇന്ത്യയിലൊട്ടാകെയും ശ്രീലങ്കയിലും സഞ്ചരിച്ചയാളാണ്. ഞാറയ്ക്കൽ നിയോജക മണ്ഡലം MLA KC എബ്രഹാം മാസ്റ്ററുടെ വലം കൈയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്ര നടപ്പുര ഡിസൈൻ ചെയ്തതിലും ഇദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. നമ്മുടെ വിദ്യാലയം അപ്പർ പ്രൈമറി സ്കൂൾ ആയി ഉയർത്തപ്പെടുന്നതും അക്കാലത്താണ്. ദേവിവിലാസം സ്കൂളിലെ അധ്യാപികയായിരുന്ന വെട്ടുവേലിൽ ദേവകിയമ്മയായിരുന്നു സഹധർമ്മിണി. ഈ ദമ്പതികളുടെ സ്മരണ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് നായരമ്പലത്തമ്മയോട് പ്രാർത്ഥിക്കുന്നു. പട്ടത്തെ നമ്പ്രാട്ടിൽ രാമൻകുട്ടി മേനോൻ, ഭഗവതി വിലാസം നായർ ബാങ്കിൽ തുടങ്ങി പറവൂർ സെൻട്രൽ ബാങ്കിൽ നിന്നും വിരമിച്ച ഔദ്യോഗിക ജീവിതം. സൗമ്യനും കർക്കശക്കാരനും പക്ഷേ കരയോഗം ക്ഷേത്രകാര്യങ്ങളിൽ വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുമായ വ്യക്തി. വെട്ടുവേലിൽ ഗോവിന്ദ മേനോന്റെ സഹോദരി കാർത്യായനി അമ്മ ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഇവരുടെ സ്മരണയ്ക്കായി മകൻ സുകുമാരൻ സമർപ്പിക്കുന്നു. നായരമ്പലത്തമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. ബിസിനസ്സുകാരനായ
KPK മേനോൻ ചേന്ദമംഗലം കൊരട്ടിപ്പറമ്പിൽ ജനിച്ചു. ഭാര്യ കോമങ്കാട്ടിൽ ഭാനുമതി അമ്മ ദേവിവിലാസം UP സ്കൂളിലെ പ്രധാന അധ്യാപികയായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് വിരമിച്ചു. BVHS, BVTTI എന്നിവിടങ്ങളിൽ അധ്യാപകനായി തന്റെ കർമ്മരംഗത്ത് മികച്ച സേവനം അനുഷ്ഠിച്ച K. സേതുനാഥ് ഈ വ്യക്തിത്വങ്ങളുടെ സ്മരണാർത്ഥം സ്ഥിരം പന്തലിന് സംഭാവന ചെയ്തിരിക്കുന്നത് ഡോക്ടർ രശ്മി ശ്രീ നായർ ആണ്. നായരമ്പലം തമ്മയുടെ കൃപാകടാക്ഷം ഈ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ. വെട്ടുവേലിൽ കുഞ്ഞൻ മേനോൻ ആൻഡ് പള്ളച്ച വീട്ടിൽ പങ്കജാക്ഷി അമ്മ. 12/5/1994 വെട്ടുവേലിൽ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞൻ മേനോൻ ഔദ്യോഗിക ജീവിതത്തിന്റെ സിംഹഭാഗവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1934 ഞാറയ്ക്കൽ ഹൈസ്കൂളിൽ നിന്നും മികച്ച രീതിയിൽ 10ാം ക്ലാസും 1939 ഗവൺമെന്റ് ഓഫ് കൊച്ചിൻ നടത്തിയ വിഷവൈദ്യ ട്രെയിനിങ്ങും പാസ്സായി സൗജന്യമായി ചികിത്സയും നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ സേവിക്കുന്നതിന്റെ ഭാഗമായി സൈന്യത്തിലും സേവനം ചെയ്തിട്ടുണ്ട്. ആദ്യകാലം നായരമ്പലം ഭഗവതി ദേവസ്വം പാട്ടമാളിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ച അദ്ദേഹം കുറച്ചുകാലം നമ്മുടെ സ്കൂളിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. പള്ളച്ച വീട്ടിൽ പങ്കജാക്ഷി അമ്മയെ വിവാഹം ചെയ്യുകയും പിന്നീടുള്ള ജീവിതത്തിൽ അവരുടെ നിസ്വാർത്ഥ പിന്തുണ ലഭിക്കുകയും ചെയ്തു. 1953 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത അദ്ദേഹം 1973 സൂപ്രണ്ടായി വിരമിക്കുകയും ചെയ്തു. തികച്ചും നായരമ്പലത്തമ്മയുടെ ഭക്തനായ അദ്ദേഹത്തിന്റെ സ്മരണ എക്കാലവും നിലനിൽക്കട്ടെ. പുഞ്ചയിൽ തങ്കമ്മയും കണ്ണേമ്പിള്ളിൽ ശ്രീധരമേനോനും അധ്യാപകരായിരുന്നു. ശ്രീധരമേനോൻ അധ്യാപനത്തിൽ അധികം ആരും കേട്ടിട്ടില്ലാത്ത BOLBT എന്ന ഡിഗ്രിക്ക് ശേഷം ഞാറയ്ക്കൽ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിരമിച്ച ശേഷം മട്ടാഞ്ചേരി LLCHSൽ പ്രധാന അധ്യാപകനായും ഇരുന്നിട്ടുണ്ട്. ശ്രീമതി തങ്കം അമ്മ നായരമ്പലം BVHSൽ അധ്യാപികയായും DVUPSൽ പ്രധാന അധ്യാപികയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അധ്യാപനം ഉപജീവനമാക്കിയ അവരുടെ സ്മരണയ്ക്കായിട്ടാണ് ആനപ്പന്തൽ സമർപ്പണത്തിൽ പങ്കുചേർന്നത്. കൂടാതെ നായരമ്പലം താലപ്പൊലിയുടെ 1ാം ദിവസം ശ്രീധരമേനോന്റെ സ്മരണാർത്ഥം അക്ഷരശ്ലോകവും നടത്തിവരുന്നു. ശ്രീ ഞാമേലിൽ വിദ്യാസാഗര മേനോൻ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ ദൂരദർശനവും ദേശസ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിച്ച മഹാപുരുഷനായിരുന്നു ശ്രീ ഞാമേലിൽ വിദ്യാസാഗര മേനോൻ. രാജ്യത്തിന്റെ മോചനത്തിനായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യത്തിൽ ചേർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കാളിയായി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ദീർഘകാലം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്ര സേവനം തുടർന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പുഞ്ചയിൽ കിട്ടുണ്ണി മേനോനും ഞാമേലിൽ അമ്മാളു അമ്മയുമാണ്. 5 സഹോദരന്മാരും 1 സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിലെ 4ാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം. ചേന്നമംഗലം പുല്ലാരപ്പിള്ളിൽ വിമലാമ്മയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. ദമ്പതികൾക്ക് 5 പുത്രന്മാർ ദൈവാനുഗ്രഹമായി ലഭിച്ചു. JRD ടാറ്റയോടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോടും സഹകരിച്ച് കൊൽക്കത്ത, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലെ നിരവധി സ്ഥാപനങ്ങളിൽ അദ്ദേഹം ദീർഘവും ബഹുമാനപൂർണവുമായ ഔദ്യോഗിക ജീവിതം നയിച്ചു. ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ മൊറാർജി ദേശായി, ശ്രീ സക്കീർ ഹുസൈൻ എന്നിവരിൽ നിന്നും അഭിനന്ദന പത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും കേരളത്തിൽ എത്തുമ്പോഴെല്ലാം തന്റെ ജന്മനാടായ നായരമ്പലത്തെ സന്ദർശിക്കുകയും നായരമ്പലം ഭഗവതിയുടെ തിരുസന്നിധിയിൽ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്മരണകൾ എന്നെന്നും നിലനിൽക്കട്ടെ. കുടുംബത്തെ നായരമ്പലത്തമ്മ കാത്തുകൊള്ളട്ടെ. വെട്ടുവേലിൽ തറവാട്ടിലെ കാർണവർ സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രീ വെട്ടുവേലിൽ ഭാസ്കരമേനോന്റെയും സഹധർമ്മിണിയായ പുലാപ്പറമ്പിൽ അംബുജാക്ഷി അമ്മയുടെയും സ്മരണാർത്ഥം മകൾ സത്യഭാമ ഈ ഉദ്യമത്തിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് നായരമ്പലത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീ ചേലൂർ സുകുമാരമേനോൻ തന്റെ കർമ്മമണ്ഡലമായിരുന്ന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് കരയോഗ പ്രവർത്തനങ്ങളിലേക്കും നേതൃസ്ഥാനത്തേക്കുമുള്ള സുകുമാരമേനോന്റെ രംഗപ്രവേശം. നായരമ്പലം നായർ കരയോഗം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആധുനിക കാലത്തെ ഭൂമിയുടെയും കാർഷിക വികസനത്തിന്റെയും ശ്രദ്ധേയമായ സംരംഭങ്ങൾ ഇദ്ദേഹത്തിന്റെ സംഭാവനകളാണ്.
പട്ടത്ത് നമ്പ്രാട്ടിൽ ഗോപാലമേനോന്റെയും ചേലൂർ അമ്മാളു അമ്മയുടെയും ദ്വിതീയ പുത്രനായ ഇദ്ദേഹത്തിന്റെ കാലത്താണ് പുതിയ ദേവസ്വം ഓഫീസ് കെട്ടിടം, ആന ട്രസ്റ്റ്, നായരമ്പലം എഞ്ചിനീയറിംഗ് കമ്പനി എന്നിവ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി ഞാമേലിൽ മൈഥിലി അമ്മ നായരമ്പലം ഭഗവതി വിലാസം സ്കൂൾ അധ്യാപികയായിരുന്നു. ദേവി വിലാസം സ്കൂൾ ഹെഡ്മിസ്ട്രസായി വിരമിച്ചു. ശ്രീ തേവർക്കാട്ട് ഗോപാലമേനോന്റെയും ശ്രീമതി ഞാമേലിൽ കാവുട്ടി അമ്മയുടെയും ദ്വിതീയ പുത്രിയായിരുന്നു മൈഥിലി അമ്മ. യശശരീരരായ ചേരൂർ സുകുമാര മേനോൻ, ഞാമേലിൽ മൈഥിലി അമ്മ എന്നിവരുടെ സ്മരണാർത്ഥം സംഭാവന ചെയ്തിരിക്കുന്നത് പൗത്രർ ശ്രീ സഞ്ജയ് രാജഗോപാൽ മേനോനാണ്. നായരമ്പലത്തമ്മ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. നായരമ്പലം ഭഗവതിയിലെ മൂലസ്ഥാനം എന്ന് കരുതപ്പെടുന്ന തയ്യേഴത്ത് കുടുംബത്തിലെ നെടും തൂണായി അറിയപ്പെടുന്ന മാന്യദേഹം ശ്രീ തയ്യേഴത്ത് വാസുദേവൻ മേനോൻ അന്തരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഏവർക്കും സുപരിചിതൻ. മലയാളം പണ്ഡിറ്റ്, BVHSSന്റെ വിപുലമായ ലൈബ്രറിയുടെ ഷേപ്പിൽ ഞാറക്കൽ സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ, നായരമ്പലം നായർ കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, നായരമ്പലം ഭഗവതി ദേവസ്വം പ്രസിഡന്റ്, നായരമ്പലം സർവീസ് കോ-ഓപ്പ് ബാങ്ക് മെമ്പർ, ഇങ്ങനെ വിവിധ മേഖലകളിൽ വർഷങ്ങളോളം പ്രവർത്തന നിരതനായി സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മഹാപുരുഷൻ. ഇദ്ദേഹത്തിന്റെ ബാല്യത്തോടൊപ്പം തന്നെ കരയോഗത്തിന്റെ ബാല്യം മുതലും ഇന്നത്തെ ഈ വളർച്ചകളിലെല്ലാം തന്നെ ശ്രീ വാസുദേവ മേനോന്റെ സേവനങ്ങൾ തങ്കലിപികളാൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു. ഏതൊരു പുരുഷന്റെയും വിജയത്തിൽ സഹധർമ്മിണിയുടെ പിൻബലം എന്നും എവിടെയും തെളിയിച്ചിട്ടുള്ളതാണ്. നായരമ്പലത്തെ തന്നെ മറ്റൊരു പ്രധാന കുടുംബമായ നമ്പ്രാട്ടിൽ ചന്ദ്രവതി അമ്മയാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ വിജയങ്ങൾക്കും പിൻബലം നൽകുവാൻ ഭാഗ്യമുണ്ടായ സഹധർമ്മിണി. പൊതുവെ സൗമ്യശീല, സ്നേഹം എന്നിവയുടെ ഉറവിടം ഈ രണ്ട് മഹാത്മാക്കളുടെ സ്മരണയ്ക്കായി മക്കൾ സമർപ്പിക്കുന്നു. പ്രമുഖനായ കോമങ്കാട്ടിൽ കുട്ടൻ മേനോന്റെയും കോച്ചേരിൽ ഗൗരി അമ്മയുടെയും മകനായിരുന്നു വത്സാലയം K. രാജപ്പൻ നായർ. 1970-2000 കാലഘട്ടത്തിൽ നായരമ്പലം നായർ കരയോഗത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം. അയ്യപ്പ ഭക്തനായിരുന്ന അദ്ദേഹം വെളിയത്താംപറമ്പ് അയ്യപ്പ ഭക്ത സംഘത്തിന്റെ സംഘാടക അംഗങ്ങളിൽ ഒരാളായിരുന്നു. നിരവധി വർഷങ്ങൾ വെളിയത്താംപറമ്പ് നായർ സമാജത്തിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതനായിരുന്ന അദ്ദേഹം നിരവധി തവണ നായരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. മരണം വരെ NSS വൈക്കം താലൂക്ക് യൂണിയന്റെ കമ്മിറ്റി അംഗമായിരുന്നു. നായരമ്പലം നായർ കരയോഗത്തിന്റെ പ്രസിഡന്റും ഭഗവതി വിലാസം ഹൈസ്കൂൾ, ദേവി വിലാസം UP സ്കൂൾ, ഭഗവതി വിലാസം ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനേജറായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗം. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ദേശത്തെ പേരുകേട്ട തറവാടായ ചെറുപ്പറമ്പത്ത് വെള്ളൂർ വീട്ടിലെ ശ്രീമതി സീതയായിരുന്നു അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. ഭർത്താവിന്റെ നായരമ്പലത്തെ പൊതുപ്രവർത്തനങ്ങളിൽ നിശബ്ദമായി പിന്തുണച്ചിരുന്ന അവർ മുളക്കുളത്തെ NSSന്റെ കീഴിലുള്ള വനിതാ സമാജത്തിന്റെ സെക്രട്ടറിയും കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർ ഇരുവരുടെയും സ്മരണാർത്ഥം NNK ശതാബ്ദി മന്ദിരത്തിന് സംഭാവന നൽകിയ മക്കൾക്കും കുടുംബത്തിനും നായരമ്പലത്തമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നായരമ്പലം കരയോഗം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന KA ചന്ദ്രൻ മേനോൻ അവരുടെ പ്രിയ സഹോദരിയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസവുമായിരുന്ന ശ്രീമതി കിഴക്കേടത്ത് അംബുജാക്ഷി അമ്മ, ഭർത്താവ് ശ്രീ രാമുണ്ണി നായർ HMT ബാംഗ്ലൂർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവരുടെ മകനും ശ്രീമതി വേലിയത്ത് ശശികലയുടെ ഭർത്താവുമായ ശ്രീ KR മുരളീധർ HMT കളമശ്ശേരി എന്നിവരുടെ സ്മരണാർത്ഥം മുരളീധറിന്റെ സഹോദരനും ഇപ്പോൾ USA-യിൽ സ്ഥിര താമസക്കാരനുമായിട്ടുള്ള ഡോക്ടർ KR ഉദയകുമാറാണ് നായരമ്പലത്തമ്മയുടെ തിരുനടയിലെ NNK ശതാബ്ദി മണ്ഡപത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. ഏവർക്കും നായരമ്പലത്തമ്മയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ. ദീർഘകാലം കരയോഗത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും മലയാള സംസ്കൃത ഭാഷകളിൽ പ്രാവീണ്യമുള്ള നായരമ്പലം ക്ഷേത്രത്തിലെ അക്ഷര ശ്ലോക സദസ്സുകളിലെ നിറസാന്നിധ്യവുമായ കൃഷ്ണൻ മേനോൻ മാസ്റ്ററുടെ സ്മരണാർത്ഥവും അദ്ദേഹത്തിന്റെ നല്ല പാതിയായി ജീവിത പന്ഥാവിൽ മാസ്റ്ററോടൊപ്പം ചരിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സീനിയറായ സുലോചനാമ്മയുടെയും മകൾ
നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും നൃത്ത കലാവേദികളിൽ മിന്നിത്തിളങ്ങിയ ലതാ കൃഷ്ണമേനോന്റെയും സ്മരണാർത്ഥം സംഭാവന സമർപ്പിച്ച കുടുംബാംഗങ്ങൾക്ക് ഭഗവതിയുടെ കടാക്ഷമുണ്ടാകട്ടെ. നായരമ്പലം ഭഗവതി ക്ഷേത്രത്തിന്റെയും കരയോഗത്തിന്റെയും ചരിത്രം എടുത്താൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില വ്യക്തിപ്രഭാവങ്ങളുണ്ട്. അതിൽ അഗ്രഗണനീയനായിരുന്നു വെട്ടുവേലിൽ ദാമോദര മേനോൻ എന്ന എല്ലാവരുടെയും ദാമോദര ചേട്ടൻ. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ തൃണവൽഗണിച്ച് ക്ഷേത്രത്തിന്റെയും കരയോഗത്തിന്റെയും ശ്രേയസ്സിനായി തീരെ വയ്യാതാവുന്ന ദിവസം വരെ പരിശ്രമിച്ച മഹായോദ്ധാവ്. പട്ടാള ജോലിക്ക് ശേഷം കരയോഗത്തിൽ ഒരു ജീവനക്കാരനായും അതിനുശേഷം കരയോഗത്തിന് വേണ്ടി തന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു പോന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ മകൾ ജയശ്രീ 5ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിരുന്ന സമയം നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അകാലത്തിൽ മരിച്ച ജയശ്രീയുടെയും ദാമോദര ചേട്ടന്റെയും സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ സമർപ്പിക്കുന്നു. നായരമ്പലത്തെ പ്രധാനപ്പെട്ട തറവാടുകളിൽ ഒന്നായ വേലിയത്ത് കുടുംബത്തിലെ മുതിർന്ന കാരണവരും മലയാള ഭാഷാ വൈജ്ഞാനികനുമായിരുന്നു ഡോക്ടർ വി അപ്പുക്കുട്ടമേനോൻ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നളചരിതമാട്ടക്കഥയിൽ ഗവേഷണം നടത്തി മാസ്റ്റർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും കഥകളിയിലെ താളപദ്ധതിയിൽ നടത്തിയ ഗവേഷണ പ്രബന്ധത്തിന് PhDയും കരസ്ഥമാക്കി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും പ്രസിദ്ധമായ ലോയോള കോളേജിലും അധ്യാപകനായിരുന്നു. തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജിലും പ്രൊഫസറായിരുന്നു. കരയോഗം കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു ഭജന സംഘം ഉണ്ടാക്കിയവരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. അതിനാവശ്യമായ ഭജനഗീതങ്ങളിൽ ചിലവ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരി ശ്രീമതി വേലിയത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ അസാമാന്യ കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു. മക്കളുടെ പരിപാലനത്തിനായി മദ്രാസ് സർക്കാർ ജോലി ഉപേക്ഷിച്ച് നായരമ്പലത്ത് തന്നെ ജീവിച്ചു വരികയായിരുന്നു. ഭർത്താവ് നെടുങ്ങാട് കിഴക്കേടത്ത് ശ്രീ ചന്ദ്രൻ മേനോൻ അസാധാരണ വാഗ്മിയും വിവിധ ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളയാളുമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി പ്രശസ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ഔദ്യോഗിക വൃത്തിയിൽ നിന്നും വിരമിച്ച് നായരമ്പലത്ത് സ്ഥിരതാമസമാക്കിയ അദ്ദേഹം നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഇവരുടെ സ്മരണാർത്ഥം മക്കൾ സമർപ്പിച്ച സംഭാവന കൃതജ്ഞതാപൂർവ്വം കൈപ്പറ്റി പന്തൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏവരെയും നായരമ്പലത്തമ്മ അനുഗ്രഹിക്കട്ടെ. വെട്ടുവേലി ശ്രീമതി VG ലീലാവതി. നായരമ്പലം ഭഗവതി വിലാസം സ്കൂളിൽ ക്രാഫ്റ്റ് അധ്യാപികയായിരുന്നു വെട്ടുവേലിൽ ലീലാവതി. വിവാഹശേഷം കുഴൂർ സ്ഥിരതാമസമാക്കിയെങ്കിലും നായരമ്പലത്തമ്മയുടെ ഭക്തയായിരുന്ന ഈ സ്ത്രീരത്നം നായരമ്പലം ക്ഷേത്രത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങളിലും മുടങ്ങാതെ പങ്കെടുത്തിരുന്നു. നായരമ്പലത്തമ്മയുടെ തിരുമുറ്റത്തൊരുങ്ങിയ മണ്ഡപത്തിലേക്ക് സംഭാവന നൽകിയ മക്കളെ ഭഗവതി അനുഗ്രഹിക്കട്ടെ. സ്ഥിരം പന്തൽ നിർമ്മാണത്തിനായി സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നായരമ്പലത്തമ്മയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഏറെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്മരണാഞ്ജലിയിൽ നിന്നും വിരമിക്കുന്നു. നന്ദി. അനശ്വരമായ നാമം വിട്ടുപോയതിൽ ഖേദം അറിയിച്ചുകൊണ്ട് തുടരുന്നു. നായരമ്പലം നായർ കരയോഗത്തിന്റെയും നായരമ്പലം ഭഗവതി ദേവസ്വത്തിന്റെയും സാമ്പത്തിക ഉന്നമനത്തിന്റെ മാർഗദീപമാണ് ഗോപുരപ്പിള്ളിൽ രാമപ്പണിക്കർ എന്ന രാമപ്പണിക്കരാശാൻ. കരയോഗത്തിന്റെയും ദേവസ്വത്തിന്റെയും സാമ്പത്തികമായ അസ്ഥിവാരം ഉറപ്പിക്കുവാൻ രാമപ്പണിക്കർ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. 1100-ാം ആണ്ടിൽ കരയോഗം പാട്ടവകകൾ ഒഴിപ്പിച്ച കേസ് വിജയിച്ചതിന്റെ സന്തോഷ സൂചകമായി അദ്ദേഹം സ്വന്തം ചിലവിൽ പണിതീർത്തിട്ടുള്ളതാണ് നിലവിലുള്ള നടപ്പുരപ്പന്തൽ. ദേവസ്വം, നായർ കരയോഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭഗവതി വിലാസം നായർ ബാങ്ക് എന്നിവയുടെ പുരോഗതി, ഉന്നമനം എന്നിവ സ്ഥാപിച്ചെടുത്തപ്പോൾ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ തന്റെ കർമ്മരംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖരായ പല മഹത് വ്യക്തികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ മകരം 19-ന് ഗോപുരപ്പുള്ളിൽ വകയായിരുന്നു അന്നദാനം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എളങ്കുന്നപ്പുഴ തച്ചപ്പള്ളിൽ കാവുഅമ്മ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയും കുടുംബിനി കൂടിയായിരുന്നു അവർ. അവരുടെ സീമന്ത പുത്രനായിരുന്നു അനിയൻ മാഷ് എന്നറിയപ്പെട്ടിരുന്ന പരേതനായ തച്ചപ്പള്ളിൽ പ്രഭാകര മേനോൻ. തന്റെ അച്ഛന്റെ വലങ്കൈ ആയി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു.
നല്ലൊരു മാതൃകാ അധ്യാപകനും പരോപകാരിയും കർഷകനും കൂടിയായിരുന്നു അദ്ദേഹം. മരട് മുന്നൂർപ്പള്ളിൽ സരസ്വതി അമ്മയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. കലാപരമായി വളരെയേറെ കഴിവുകളുള്ള ഒരു സംഗീത അധ്യാപിക കൂടിയായിരുന്നു അവർ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ മാതൃകാ അധ്യാപകരായി സേവനം ചെയ്യുവാൻ ഈ ദമ്പതികൾക്ക് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. ആ പുണ്യാത്മാക്കളുടെ സ്മരണാർത്ഥം നായരമ്പലത്തമ്മയ്ക്ക് മുന്നിൽ മകൻ ശ്രീ രാമചന്ദ്രന്റെ സമർപ്പണം. जय जय राम राम पार्वती पदये हर हर महादेव गोपिका जीवन स्मरणं गोविंद गोविंद स्वामिनः जय सद्गुरु गोपाल कृष्ण भागवत स्वामिनः जय पुंडली गवरदा हरि विठले विनायक मूर्ति की शारदा देवी की भद्रकाली देवी की वेल मुर्गनक सर्वमंगलदायकने शरणमय्यप्पा सदा सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद मुरहर नगधर मुकुंद माधव गरुड़ गमन पंकज नाभ परम पुरुष भगवंतन केशव नरमृग शरीर नमो नमो देव नारायण नमो नमो नारद नमो नमो जगति जयन देवी चंद विलोचन जगरुह भवनुद परिबंधन गोपीजन वल्लभ नलिनोदर ते नमो नमो देव नारायण ते नमो नमो भव नारद सन्मुत नमो नमो आदिदेव सकलागम पूजित नारकुल मोहन रूप यदोदर श्री वेंकट नायक कदा प्रिय ते नमो नमो देव